എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന ബാങ്കായ SBIയിൽ വൻ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ മുഴുവനായിട്ട് ചേർത്ത് 7150 അപ്രന്റീസ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ യുവാക്കൾക്ക് ബാങ്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ വലിയ അവസരം. കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അവസരമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ SBI അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 മുഴുവൻ വിശദാംശങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യോഗ്യത എന്താണ്, ഏജ് ലിമിറ്റ് എത്ര, സാലറി എത്ര കിട്ടും, എക്സാം ഉണ്ടോ, കേരളത്തിൽ എത്ര ഒഴിവുകളുണ്ട്, അപ്ലിക്കേഷൻ എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ്, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എല്ലാം വിശദമായിട്ടാണ് നോക്കുന്നത്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. SBI പുറത്തിറക്കിയ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് അപ്രന്റീസ് ആക്ട് 1961 പ്രകാരമുള്ള റിക്രൂട്ട്മെന്റ് ആണ്. രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കായ SBI ട്രെയിനിങ് ലഭിക്കാനുള്ള അവസരമാണിത്. ഇത് പെർമനന്റ് ജോബ് അല്ല, പക്ഷെ ബാങ്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് നേടാൻ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നീട് SBI ക്ലർക്ക്, PO, IBPS, RBI പോലുള്ള പരീക്ഷകൾ എഴുതുന്നവർക്ക് ഈ എക്സ്പീരിയൻസ് വലിയ സഹായകമാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികൾ കാണാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ള തീയതി വരുന്നത് 2026 മെയ് 19 തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 ജൂൺ 8 തീയതിയാണ്. ഇവിടെ എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല, പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ ഉടൻ അപേക്ഷിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. ഇനി ഒഴിവുകളുടെ എണ്ണം നോക്കാം. ഈ വർഷം SBI വളരെ വലിയ റിക്രൂട്ട്മെന്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7150 അപ്രന്റീസ് വാക്കൻസികളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക വാക്കൻസി അലോക്കേഷൻ ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ വന്നതോടെ ബാങ്കിംഗ് ആസ്പിരൻസിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ വാക്കൻസി ബാങ്കിംഗ് മേഖലയിൽ അപൂർവമായാണ് വരാറുള്ളത്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് കാണാം. ഈ റിക്രൂട്ട്മെന്റ് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന യോഗ്യത ഇനി ഡിഗ്രി പാസ്സാണ്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ ആണ്. ഇതുകൂടാതെ ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം. BA, BCom, BSc, BBA, BCA, എഞ്ചിനീയറിംഗ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് ഡിഗ്രി ആയാലും അപ്ലൈ ചെയ്യാം. പക്ഷെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് സാധാരണ അപ്ലൈ ചെയ്യാൻ കഴിയില്ല, ഡിഗ്രി പൂർത്തിയാക്കിയിരിക്കണം. ഇനി ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് കാണാം. മിനിമം ഏജ് 20 വയസ്സാണ്, മാക്സിമം ഏജ് 28 വയസ്സാണ്. ഏജ് കണക്കാക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. റിസർവ്ഡ് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കും. SC/STക്ക് 5 വർഷം ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷവും PWBDക്ക് അധിക ഇളവ് ലഭിക്കും. ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചായിരിക്കും റിലാക്സേഷൻ ലഭിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ കാണാം. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 300 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിൽ SC/ST PWBD കാൻഡിഡേറ്റ്സിന് ഫ്രീ ആണ്. ഓൺലൈൻ പേയ്മെന്റ് വഴിയാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി സാലറി സ്റ്റൈബൻഡ് എത്രയാണെന്ന് കാണാം. ഇത് അപ്രന്റീസ് ട്രെയിനിങ് ആയതിനാൽ സാലറി എന്നതിന് പകരം സ്റ്റൈബൻഡ് ലഭിക്കും. റിപ്പോർട്ട്സ് പ്രകാരം ഏകദേശം 15,000 വരെ മന്ത്ലി സ്റ്റൈബൻഡ് ലഭിക്കാമെന്നാണ് പറയുന്നത്. ട്രെയിനിങ് പീരീഡ് മുഴുവൻ ഈ തുക ലഭിക്കും. ഇനി ട്രെയിനിങ് പീരീഡ് കാണാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഈ സമയത്ത് ബാങ്കിന്റെ വിവിധ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കും. കസ്റ്റമർ ഹാൻഡ്ലിംഗ്, ക്യാഷ് കൗണ്ടർ സപ്പോർട്ട്, അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്, ബാങ്കിംഗ് ഓപ്പറേഷൻസ്, ഡാറ്റ എൻട്രി, ലോൺ സെക്ഷൻ സപ്പോർട്ട്, ഡിജിറ്റൽ ബാങ്കിംഗ് അസിസ്റ്റൻസ്, ഇങ്ങനെ ബാങ്കിംഗ് സെക്ടറിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കും. ഇനി സെലക്ഷൻ പ്രോസസ് കാണാം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. SBI അപ്രന്റീസ് റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷൻ പ്രോസസ് ഇങ്ങനെയാണ്. ഓൺലൈൻ റിട്ടേൺ എക്സാം, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിംഗ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കുമെന്ന് കാണാം. എക്സാം ഓൺലൈൻ മോഡ് ആയിരിക്കും. സാധാരണയായി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളേജ്. ബാങ്കിംഗ് എക്സാം എഴുതുന്നവർക്ക് ഇത് നല്ല പ്രാക്ടീസ് കൂടിയാണിത്. ഇതിൽ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്താണെന്ന് കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ ലോക്കൽ ലാംഗ്വേജ് അറിയണം. കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് മലയാളം ലാംഗ്വേജ് അറിയേണ്ടി വരും. ലോക്കൽ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും കഴിയണം. കേരളത്തിൽ പഠിച്ചവർക്ക് സാധാരണ ഇത് വലിയ പ്രശ്നമാകില്ല. SBI അപ്രന്റീസ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പിന്നീട് SBI ക്ലർക്ക്, SBI PO, IBPS ക്ലർക്ക്, IBPS PO, കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ് ഇവിടങ്ങളിലേക്ക് പോകാൻ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അതുപോലെ ബാങ്കിംഗ് ജോലിയുടെ യഥാർത്ഥ പ്രവർത്തനം മനസ്സിലാക്കാനും കഴിയും. ഇനി ഡൗട്ട്സ് ഉണ്ടാവും, പെർമനന്റ് ജോബ് ആണോ എന്ന്. ഇത് പെർമനന്റ് ജോബ് അല്ല, മറിച്ച് ഇത് അപ്രന്റീസ് ട്രെയിനിങ് ആണ്. നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് ഇത് പെർമനന്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഭാവിയിൽ വലിയ സഹായകമാകും.
ഇനി അപേക്ഷ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ പ്രോസസ് നോക്കാം. SBI ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക, രജിസ്ട്രേഷൻ ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക, ലോക്കൽ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫോട്ടോ സിഗ്നേച്ചർ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ID പ്രൂഫ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തെറ്റായ വിവരങ്ങൾ നൽകരുത്, മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ അയക്കുകയുമരുത്, ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യരുത്, ആക്റ്റീവ് മൊബൈൽ നമ്പർ ഉപയോഗിക്കുക, ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം, എല്ലാ ഡോക്യുമെന്റ്സും റെഡി ആക്കുക. ഈ റിക്രൂട്ട്മെന്റ് ആർക്കൊക്കെയാണ് ഏറ്റവും ഉപകാരപ്പെടുക എന്ന് കാണാം. ഈ റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ സഹായകരമാക്കുന്നത് ഫ്രഷ് ഗ്രാജുവേറ്റ്സ്, ബാങ്കിംഗ് ആസ്പിറന്റ്സ്, കോമ്പറ്റേറ്റീവ് എക്സാം സ്റ്റുഡന്റ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെയാണ്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ബാങ്കിംഗ് സെക്ടറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. 7150 വാക്കൻസി എന്നത് ചെറിയ കാര്യമല്ല. കോമ്പറ്റീഷൻ ഉണ്ടാകും, അതുകൊണ്ട് ഉടൻ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് ബാങ്കിംഗ് കരിയർ ആഗ്രഹിക്കുന്നവർ, SBI ക്ലർക്ക് PO തയ്യാറെടുക്കുന്നവർ എല്ലാവർക്കും ഈ അവസരം ഉപയോഗിക്കാം. ഇതായിരുന്നു ഇന്നത്തെ SBI അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 മുഴുവൻ വിശദാംശങ്ങൾ. വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക. ബാങ്ക് ജോബ് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ്, ബാങ്ക് റിക്രൂട്ട്മെന്റ്, റെയിൽവേ ജോബ്സ്, PSC വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താം. വീണ്ടും ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.